ഹായ് ഗേസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് പിടിയും കോഴിക്കറിയും. അപ്പോൾ ഞാനതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതിനായി ഞാൻ ഇവിടെ ആദ്യമേ തന്നെ എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പം, ഇടിയപ്പം എന്നിവ തയ്യാറാക്കുന്ന നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുത്ത അരിപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാറ്റി വയ്ക്കുക. പിന്നീട് ഞാൻ ഇവിടെ ഇതുപോലെ കൊച്ചുള്ളി, വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. എടുത്തു വെച്ച 3 ഇൻഗ്രീഡിയൻസും ഞാൻ ഇവിടെ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ 1 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് നന്നായി വെട്ടിത്തിളച്ച് വന്നപ്പോഴേക്ക് ഞാൻ അതിലേക്ക് ചതച്ചു വെച്ച ജീരകവും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂണും കൊണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കുക. പിന്നീട് നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം അതേ ചൂടോടെ തന്നെ നേരത്തെ എടുത്തു വെച്ചിരുന്ന അരിപ്പൊടി തേങ്ങാ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. 1.5 കപ്പോളം വെള്ളം കുറേശ്ശെയായി ഇതിലേക്ക് ചേർത്ത് ഒരു സ്പൂണ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആദ്യം ഇത് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ചൂട് കുറയുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നീട് ചൂടൊന്ന് കുറഞ്ഞു വന്നപ്പോഴേക്ക് ചെറിയ ചൂടോടെ തന്നെ ഇത് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. നമ്മുടെ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന പരുവേ ആവാവൂ. വെള്ളം ഒരുപാട് ചേർക്കരുത് ഇതിനകത്തേക്ക്. വെള്ളം ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതിങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ചെറിയ ഉരുളകളാക്കി എടുക്കാൻ പോവുകയാണ്. ഒരുപാടൊന്നും വലുതാവരുത്, ഒരു നെല്ലിക്ക വലിപ്പം മാത്രം ഉരുളകളെ ആവാവൂ. ചെറിയ ചൂടോടെ തന്നെ കൈകൊണ്ട് കുഴിച്ചെടുത്തെങ്കിൽ ഈ ബോൾസ് സോഫ്റ്റായി കിട്ടത്തുള്ളൂ. ഞാൻ ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെ വേവിച്ചെടുക്കാമെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ ആദ്യമേ തന്നെ ഒരു ഉരുളിയിൽ 3/4 ലിറ്ററോളം വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത വെള്ളം തിളപ്പിച്ചത് ബാലൻസ് വന്നത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് മറ്റൊരു മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നേരത്തെ എടുത്ത അതേ ടൈപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൈകൊണ്ടൊന്ന് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കുകയാണ്. ഈ മിക്സാണ് നമുക്ക് പിടിയൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഞാൻ ഇതിവിടെ നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. വെള്ളം ഇവിടെ നമുക്ക് നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഞാൻ അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ബോൾസ് ഓരോന്നായി ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് ഇതൊരു 2 മിനിറ്റ് നേരം ഇങ്ങനെ വേവിച്ചെടുക്കാം. ഒരു ചെറിയ സ്പൂണ് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. ബോൾസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഇത് നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് തേങ്ങയും അരിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതൊരു 5 മിനിറ്റ് നേരം തുടർച്ചയായി ഇളക്കി കൊടുക്കുക. ഇത് നമുക്ക് ഇതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ചൂടാറി കഴിയുമ്പോഴേക്കും ഇതൊന്നുകൂടി ഒന്ന് കുറുകി കിട്ടും. ഇനി നമുക്ക് പിടിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി റെഡിയാക്കാം. അതിനായി ഞാൻ ഇവിടെ ആദ്യമേ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് മൂപ്പിച്ചെടുക്കുകയാണ്. ഇതൊന്ന് മൂത്ത് വന്നപ്പോഴേക്ക് പിന്നീട് ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ശകലം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ സവാളയൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഞാൻ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. സവാള ഞാൻ ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നീട് ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ കറി മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഈ മസാലക്കൂട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ചിക്കനും ഈ മസാലക്കൂട്ടും എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ചിക്കൻ നന്നായി ഇളക്കി എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി മാറ്റിയതിന് ശേഷം ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കറിയൊന്ന് പറ്റി വന്നപ്പോഴേക്ക് ഞാൻ അതിലേക്ക് കടുക് വറുത്തത് കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഗെയ്സ് നമ്മുടെ പിടിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാദിഷ്ടമായ കോഴിക്കറി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.